നാൻസിയോട്. എൻ്റെ മോനവിടെ? പീറ്റർ പ്ലീസ്, അതൊരു മിസ്റ്റേക്കായിരുന്നു. ആരുടെ? ദൈവത്തിൻ്റെ. ആ ദൈവം എന്നോട് പുറത്തിട്ടുണ്ടാവും. ആ ഉറപ്പിന്മേലാണോ നീ ഇങ്ങോട്ട് വന്നത്? എൻ്റെ വരവ് നിന്റെ മരണം ഉറപ്പിക്കാൻ കൂടിയാണ്. നിന്നോട് ദൈവം പൊറുക്കും, പക്ഷെ ഞാൻ പൊറുക്കില്ല. അന്വേഷണത്തിൽ കണ്ടെത്തിയ സാക്ഷിമൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി നിസ്സംശയം തെളിയുന്നു. ആകയാൽ ഈ കേസിലേക്ക് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ റിമാൻഡ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുതരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ഡിഫൻസ്. രണ്ട് സാക്ഷികളെയും വിസ്തരിക്കുവാനായി അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻറ്റഡ്. പോലീസ് സർജൻ, കോട്ടയം മെഡിക്കൽ കോളേജ്. വിക്ടിമിന്റെ മരണം 2019 നവംബർ 20 തന്നെയാണ് നടന്നതെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറയാനുള്ള കാരണം? ബോഡിയിൽ നിന്ന് ലഭിച്ച പുഴുക്കളുടെ പ്രായം നിർണയിച്ചും ബോഡിയുടെ തന്നെ ജീർണത കണക്കിലെടുത്തുമാണ് ബോഡിക്ക് 4 ദിവസം പഴക്കമുണ്ടെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അതായത് 2019 നവംബർ 24 കാണപ്പെട്ട ബോഡിക്ക് ശാസ്ത്രീയ പരിശോധനയിൽ 4 ദിവസത്തെ പഴക്കം അല്ലേ ഡോക്ടർ? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാളിയാർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PG സുകുമാരപിള്ള. ഇത് വിവരാവകാശ പ്രകാരം ലഭിച്ച കാളിയാർ പോലീസ് സ്റ്റേഷനിലെ 2019 നവംബർ 16 പരാതി രജിസ്റ്ററിന്റെയും GDയുടെയും കോപ്പിയാണ്. ശരിയല്ലേ? അതെ. ഈ കേസിലെ പ്രതിയായിരുന്ന പീറ്റർ അന്നത്തെ കാളിയാർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നിങ്ങൾക്ക് തന്ന പരാതി ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു അയാളുടെ പരാതി? അദ്ദേഹത്തിൻ്റെ KL 38C 1213 രജിസ്ട്രേഷൻ നമ്പറുള്ള എർട്ടിക കാർ 2019 നവംബർ 16 മോഷണം പോയെന്നായിരുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. 2019 നവംബർ 20 ദുബായിൽ താമസിക്കുന്ന എബ്രഹാം മേഴ്സി ദമ്പതികളുടെ മകളായ അമലയുടെ 9ാമത്തെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മേഴ്സിയുടെ അമ്മയും സഹോദരനും 2019 നവംബർ 18 കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോയിരുന്നു. അവർ 2019 നവംബർ 27 തിരിച്ച് കേരളത്തിലെത്തിയത്. ആ ഫംഗ്ഷന്റെ ഫേസ്ബുക്ക് ലൈവ് എബ്രഹാമിന്റെ ഫേസ്ബുക്ക് ID അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എബ്രഹാമിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ലിങ്കാണ്. ദയവായി പരിശോധിച്ചാൽ.
ഭാഗ്യവശാൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ കക്ഷിയാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത മേഴ്സിയുടെ സഹോദരൻ. അന്നവർ സഞ്ചരിച്ച പാസ്പോർട്ടുകളാണിത്. മറ്റൊരു രാജ്യത്തൊരു ചടങ്ങിൽ പങ്കെടുത്തിരുന്ന എന്റെ കക്ഷി അതേ ദിവസം കേരളത്തിൽ ഒരു കൊലപാതകം നടത്തിയെന്ന വിചിത്രവാദമാണ് പ്രോസിക്യൂഷൻ ഇന്നിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ആകയാൽ എന്റെ കക്ഷിയെ കുറ്റവിമുക്തനാക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻകാല ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുത്തുകൊണ്ട് മാത്രം അയാളെ ഈ കേസിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ കോടതി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഈ കേസിൽ ഡയറക്റ്റ് സൂപ്പർവിഷൻ നടത്തണമെന്ന് ഈ കോടതി വിധിക്കുന്നു. സാർ, എൻ്റെ സർവീസ് റെക്കോർഡ് നോക്കി അറിയാൻ പറ്റും. ഞാൻ അന്വേഷിച്ച് തോറ്റിട്ടുള്ള കേസുകളില്ല. ഇവിടെയും എൻ്റെ അന്വേഷണം എല്ലാം ശരിയായിരുന്നു. ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് ഈ കേസിൽ സാധ്യതയുണ്ടോ സർ? താൻ എന്തോടെ ഈ പറയുന്നത്? തൻ്റെ പ്രശ്നം ടൈം ഓഫ് ഡെത്ത് അല്ലേ, കോസ് ഓഫ് ഡെത്ത് അല്ലല്ലോ. എനിക്കതിലെപ്പോഴും സംശയമുണ്ട് സാർ. 25 വർഷമായി ഞാൻ കയറി മുറിക്കുന്നു. തൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴ പറ്റിയിട്ടുണ്ടാവും. സാർ, എപ്പോഴും ഇത്ര കോൺഫിഡൻ്റ് ആവുന്ന സ്ഥിതിക്ക്